കണ്ണൂർ കൂത്തുപറമ്പ് ആയിത്തറ മമ്പറത്ത് ഓവുചാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം വീടുകൾ തകരുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. റോഡിനോട് ചേർന്ന് നിർമ്മിക്കേണ്ട ഓവുചാൽ ജനവാസ മേഖലയിലേക്ക് തിരിച്ചുവിട്ടതാണ് ആശങ്കയാകുന്നത്. മഴക്കാലത്ത് പ്രദേശത്തെ മുഴുവൻ വെള്ളവും ഓവുചാലിലൂടെ ഒഴുകിയെത്തിയാൽ വീടുകൾ തകരും എന്നാണ് ആശങ്ക. സിപിഎമ്മിന് മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനെയൊക്കെ ഓവുചാൽ നിർമ്മിക്കുമോ എന്ന് സംശയമാണ്. റോഡിന്റെ സൈഡിലൂടെ നിർമ്മിക്കേണ്ട ഓവുചാലാണ് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലേക്ക് തിരിച്ചു നിർമ്മിച്ചത്. നേരെ ഓവുചാൽ നിർമ്മിച്ചിരുന്നുവെങ്കിൽ മഴവെള്ളം കൃത്യമായി ഒഴുകിപ്പോയേനെ. ഇപ്പോഴാകട്ടെ മഴ പെയ്താൽ നാട്ടിലെ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുക ഇവിടെയുള്ളവരുടെ വീടുകളിലേക്കായിരിക്കും. സംഭവത്തിൽ പരാതി പലവട്ടം പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ല. രണ്ട് റോഡിലെയും വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ ചാലിൽ ഒഴുകിയെത്തിയാൽ എൻ്റെ വീടും എൻ്റെ കുടിവെള്ളമായ പിന്നെ ഈ എഞ്ചിനീയർക്ക് പ്രശ്നമേ അല്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വെള്ളം കുടിച്ചാലെന്നാ കുടിച്ചിട്ടില്ലെങ്കിലെന്നാ ആ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. നേരെയാണെങ്കിൽ 50 മീറ്റർ ചെയ്യണ്ട, 50 മീറ്ററേ വേണ്ടു. ഒരു പോസ്റ്റിൻ്റെ ദൂരം അത്രയേ ഉള്ളൂ, 50 അല്ല 60 മീറ്റർ. അതാണ് ഇവരിപ്പോൾ എന്തെല്ലോ പണി ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഓവുചാലിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം മഴക്കാലത്ത് വെള്ളം വീടുകളിലേക്ക് ഒഴുകിയെത്തിയാൽ എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. പാലം പണിതിട്ട് ആ പാലത്തിൻ്റെ ഉള്ളിട്ട് അപ്പുറത്തെ വെള്ളവും ഇപ്പുറത്തെ വെള്ളവും എല്ലാം കൂടി ഒരുമിച്ചാക്കി നമ്മളെ കിണറ്റിൻ്റെ അതിലേ പോകുന്നത്. എൻ്റെ കുടിവെള്ളം എൻ്റെ വടക്ക് ഭാഗത്തെ മുറ്റത്തെ കൂടിയാണ് മുറ്റത്തെ കിണറ്റിലെ വെള്ളമാണ് കലങ്ങുന്നത്. അതാണ് ഏറ്റവും വലിയ വിഷമാണ്. ഞാൻ പ്രായമായി, എനിക്ക് വെള്ളം കൊണ്ടുവരാൻ കഴിയില്ല. സ്വകാര്യ വ്യക്തികളെ സഹായിക്കാനാണോ ഇത്തരത്തിൽ ഓവുചാൽ നിർമ്മിച്ചതെന്ന ആരോപണവും ശക്തമാണ്. ഒരു ആസൂത്രണവുമില്ലാതെ ഇത്തരം ഒരു ഓവുചാൽ നിർമ്മിച്ച എഞ്ചിനീയർക്ക് മികച്ച എഞ്ചിനീയർക്കുള്ള അവാർഡ് കൊടുക്കണമെന്നാണ് നാട്ടുകാർ പരിഹാസ രൂപേണ പറയുന്നത്. ജനം, കണ്ണൂർ.